CPM-ന്റെ ഒരു പുഴുവരിച്ച നേതാവ്, ഒരു വയോവൃദ്ധൻ, 80 കഴിഞ്ഞ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വയോവൃദ്ധൻ വന്നിട്ട് ഈ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? ഏറ്റവും ഗതികെട്ട അവസ്ഥ ആലോചിച്ച് നോക്കും. ഇത്രയും ഉളുപ്പും ലജ്ജയും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് വോട്ട് ചെയ്ത ജനവിഭാഗങ്ങൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്ന് ഇയാൾക്ക് എന്താണ് മനസ്സിലാക്കാത്തത്? നമസ്കാരം. വളരെ നിരാശാജനകമായി ഇന്നത്തെ ചർച്ച തുടങ്ങുകയാണ്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. VD സതീശനെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളൊക്കെ, ഞാനും ഷാജാൻ സാറും ഒക്കെ വളരെ നിശിതമായി വിമർശിച്ചിരുന്നയാളാണ്, എതിർത്തിരുന്നവരാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി മൂലമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആയതിനു ശേഷം VD സതീശൻ പല ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളും കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സർക്കാരിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിലൂടെ സതീശൻ അഴിമതിയുടെ വഴിയെ നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് വേദനയോടുകൂടി പറയേണ്ടി വരുന്നത്. ഈ എഴുന്നേറ്റ് നടക്കാൻ പോലും, നേരെ നിവർന്ന് നിൽക്കാൻ പോലും കഴിവില്ലാത്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പോലും അടിക്കാനുള്ള ഒരു വടി സതീശൻ കൊടുത്തിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായി വാദിച്ച VM സുധീരന് പോലും അദ്ദേഹത്തിനെ തള്ളി പറയേണ്ടി വന്നു. പാർട്ടിക്കുള്ളിൽ പോലും സതീശന് ഇപ്പോൾ എതിർപ്പാണ്. ഒരു ഏകാധിപതിയുടെ സ്വഭാവമാണ് സതീശൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇതൊരു ചെറിയ കാര്യമല്ല. ഈ ഒരു അഴിമതി എന്ന് പറയുമ്പോൾ, മദ്യത്തിൻ്റെ ഈ അഴിമതി എന്ന് പറയുമ്പോൾ LDF സർക്കാർ എത്രത്തോളം വൃത്തികെട്ടവന്മാരായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ കാലത്ത് ബെക്കാഡി കമ്പനി നികുതി ഇളവിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച് 3 വർഷത്തോളം അവർ അതിന് അനുമതി നൽകിയില്ല. പക്ഷേ സതീശന് വെറും 3 മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. എങ്ങനെയാണ് ഈ സർക്കാരിനെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, തുടക്കത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും 2026 ഏപ്രിലിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് പലതുകൊണ്ടും വളരെ ഐതിഹാസികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു 2006 അച്യുതാനന്ദൻ വമ്പൻ ഭൂരിപക്ഷം വാങ്ങി അധികാരത്തിൽ കയറിയ തെരഞ്ഞെടുപ്പിനേക്കാൾ പോലും ഐതിഹാസികമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറയും. കാരണം സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2 ടേം ഒരു മുന്നണി ഭരിച്ചതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം എന്താണ്? ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വലിയൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു, ഒരു അഭീവൽ അല്ലെങ്കിൽ ഒരു എവേക്കനിങ് എന്ന് പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും തമ്മിലുള്ള ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലൊന്നും ഇതിനെ കാണാൻ പറ്റില്ലായിരുന്നു. ഇത് ജനങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പും ഒരു തള്ളിക്കയറ്റവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ പ്രവർത്തകർ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ആ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നാളെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നല്ല. അവർ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ദുർഭരണത്തിനെതിരായിട്ട് അവർ നടത്തിയിട്ടുള്ള ഒരു വലിയ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. പക്ഷെ ഞാനൊക്കെ നടത്തിയ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എപ്പോൾ വേണമെങ്കിലും ജീവൻ പോകാമായിരുന്ന ഒരു നൂൽപ്പാലത്തിൽ കൂടാണ് ഞാനൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലം ജീവിച്ച് ഇവിടം വരെ എത്തിയത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കും ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞതുപോലെ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ അത് UDF-ൻ്റെ മാത്രം സർക്കാരല്ല, അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് രൂപീകരിക്കപ്പെട്ടൊരു സർക്കാരാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 10-45 ലക്ഷത്തോളം വോട്ടാണ് UDF-ന് കിട്ടിയിട്ടുള്ളത്. അതിലൊരു ശതമാനം UDF-ൻ്റെ വോട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം അതല്ലാത്ത സാധാരണക്കാരുടെ വോട്ടാണ്. ലക്ഷക്കണക്കിന് പാർട്ടി അണികൾ, CPM-ൻ്റെ അണികൾ ഈ ഗവൺമെൻറ് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ജനങ്ങളുടെ ഉൽപ്പന്നമായി, ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒരു ഉൽപ്പന്നമായി ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാർ തെറ്റായിട്ടുള്ള നയങ്ങൾ കാട്ടാതെ, അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമാകാതെ പ്രവർത്തിക്കുക എന്നുള്ളത് ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള മന്ത്രിമാരുടെയും മന്ത്രിസഭയുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, 102 MLA-മാരെയാണ് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്.
ഇത് ഏതെങ്കിലും യു ഡി എഫുകാരൻ്റെ സ്വന്തം മേനയോ മേന്മയോ അല്ലെങ്കിൽ അവൻ്റെ മേനിയഴകോ അല്ലെങ്കിൽ അവൻ്റെ കഷണ്ടിയോ അല്ലെങ്കിൽ അവൻ്റെ മീശയോ ഒന്നും കണ്ടിട്ട് ആളുകൾ ജയിപ്പിച്ചതല്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഇരുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ദുർഭരണം പിണറായി ഭരണത്തിനെതിരെ ജനങ്ങൾ ചെയ്ത വോട്ടിൽ നിന്ന് ഉയർകൊണ്ടതാണ് ഈ സർക്കാർ എന്ന് നമ്മൾ കാണണം. അപ്പോൾ ആ സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു പോകേണ്ട ബാധ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു സതീശൻ പറയുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരെങ്കിലും നേതാവ് പറയുന്ന പോലെ പോകേണ്ട ഒരു ഗവൺമെൻറ് അല്ല. അവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ഹൃദയഭേദകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ നടന്നുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ ഒരു മാസമേ ആയുള്ളൂ. ചീഞ്ഞളിഞ്ഞ് പുഴുവരിച്ച് കിടക്കുകയാണ് CPM. ആ പുഴുവരിച്ച് കിടക്കുന്ന CPM-ൻ്റെ ഒരു പുഴുവരിച്ച നേതാവ്, ഒരു വയോവൃദ്ധൻ, 80 കഴിഞ്ഞ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വയോവൃദ്ധൻ വന്നിട്ട് ഈ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? ഏറ്റവും ഗതികെട്ട അവസ്ഥ ആലോചിച്ച് നോക്കും. എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, എഴുന്നേക്കാൻ പറ്റാത്ത ഒരു വൃദ്ധൻ, അയാൾ വന്നിട്ട് പറയുകയാണ് VD സതീശൻ മദ്യ മുതലാളിമാരിൽ നിന്ന് പൈസ മേടിച്ചു, ബക്കാർഡി എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് പൈസ. എന്തൊരു നാണം കെട്ട അവസ്ഥയാണിത്. ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്ന ഒരുപാട് ജനവിഭാഗങ്ങളില്ലേ, ആ ജനവിഭാഗങ്ങളെല്ലാം ഒരേ ഒരു കാരണത്തിൽ ഒറ്റക്കെട്ടല്ല. എന്താണ്? മദ്യത്തിൻ്റെ ദുസ്വാധീനം. മദ്യത്തിൻ്റെ ദുസ്വാധീനം കുറയ്ക്കുന്ന കാര്യത്തിൽ ക്രിസ്ത്യൻ സഭകളാകട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ ഇവരെല്ലാവർക്കും ഒരേ അഭിപ്രായം അല്ലേ? കോൺഗ്രസിൽ തന്നെ VM സുധീരനെ പോലെ മുതിർന്ന നേതാക്കന്മാർ അവർക്കെല്ലാവർക്കും മദ്യത്തിൻ്റെ സ്വാധീനം കുറയ്ക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ്. എന്ന് മാത്രമല്ല CPM-നെതിരായിട്ടുള്ള UDF-ന്റെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം ഏതാണ്ട് 1000-നടുത്ത് ബാറുകൾ കൊടുത്തു എന്നുള്ളതല്ല. അതായത് 2016 പിണറായി വിജയൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ 29 ബാറുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ 2026 അധികാരം ഒഴിയുമ്പോൾ 854 ബാറുകളാണ്. അപ്പം ആ നിലയിൽ അതിശക്തമായി മദ്യത്തിൻ്റെ വ്യാപനം വർദ്ധിക്കുന്നു. അത് കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഒട്ടനവധി രോഗങ്ങളും ഇതിനൊക്കെ കാരണമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിലുള്ള വിമർശനം LDF സർക്കാരിനെതിരെ UDF ഉയർത്തിയതാണ്. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് CPM നയപരമായൊരു തീരുമാനം എടുത്തപ്പോൾ അതിനെ അതിശക്തമായി അതിനെതിരെ ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ച നേതാവാണ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ. അതൊക്കെ യൂട്യൂബിൽ കണ്ടാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ കാണുമ്പോൾ ലജ്ജ തോന്നും. തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തില്ലെന്നൊക്കെ വെച്ചിട്ട് ആഞ്ഞടിക്കുകയായിരുന്നു അയാൾ ചെയ്തത്. അയാൾ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി എന്നുള്ളത് സംബന്ധിച്ച് അതിന്റെ ഫയൽ മൂവ്മെന്റ്സ് വരെ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. 3-4 മണിക്കൂർ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ അയാളൊന്ന് പറയുന്നത് ഇത് ഇടത് സർക്കാർ നയം രൂപീകരിച്ചു, അതിൽ നികുതി നിരക്ക് തീരുമാനിക്കുകയാണ് പറഞ്ഞ്. ലജ്ജയുണ്ടോ അയാൾക്കെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലജ്ജയുണ്ടോ അയാൾക്ക് ഇത് ചോദിക്കാൻ? അന്ന് ആ നയം നടപ്പിലാക്കിയപ്പോൾ അതിനെ രൂക്ഷമായി വിമർശിച്ചു. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ അവരുടെ നയം നടപ്പിലാക്കും. അപ്പോൾ ഇതിൻ്റെ ഫയൽ മൂവ്മെൻറ്റ്സിൽ നിന്നൊക്കെ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് വളരെ ക്ലിയർ സ്പഷ്ടമാണ്. ബക്കാർഡി കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത് ഈ പുഴുവരിച്ച് കിടക്കുന്ന പിണറായി വിജയൻ ആണെങ്കിൽ പോലും നിർഭാഗ്യവശാൽ അതിനകത്ത് വസ്തുതയുണ്ടോ എന്നുള്ള സംശയം ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണക്കാരനാരാ? VD സതീശൻ തന്നെയാണ് ആണല്ലോ. അല്ലെ? സർക്കാരിന്റെ പ്രഭ മുഴുവൻ മങ്ങിയൊരു അവസ്ഥയാണ്. കാരണം ഇവർ അധികാരം ഏറ്റെടുത്തത് മുതൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. പക്ഷേ അതൊന്നും നമുക്ക് വിമർശിക്കരുത് എന്നുള്ള ഒരു കണക്കൂട്ടലാണ് നമ്മളും പോയത്. പക്ഷേ ഇത് പിണറായി വിജയൻ്റെ മറ്റൊരു പതിപ്പായി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ്റെ ഒരു കാർബൺ കോപ്പിയാണ് VD സതീശൻ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി വരികയാണ്. നമ്മളിപ്പോൾ ആലോചിച്ചു, ഒരു മാസമായിട്ടുള്ളൂ. അതെ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുസ്ലിം ലീഗ്, അവരുടെ മുസ്ലിം മത സംഘടനകൾ, ക്രിസ്ത്യൻ മതവിഭാഗം, ക്രിസ്ത്യൻ സഭകൾ, അവരുടെയൊക്കെ അത്യഭൂതപൂർവമായിട്ടുള്ള പിന്തുണ കൊണ്ടാണ് ഇവർ വന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അടുത്ത് നോക്കിയാൽ മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ ഏതാണ്ട് 28-29% വോട്ടുണ്ട്. അത് മുഴുവൻ UDF നായിരുന്നു. അല്ല, അത് മാത്രമല്ല VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് വാശി പിടിച്ചതും ലീഗാണല്ലോ. ആയിരുന്നല്ലോ. ക്രിസ്ത്യൻ സഭകൾ എടുത്ത് നോക്കൂ, ക്രിസ്ത്യൻ സഭകളുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ UDF നായിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വാദിച്ചവരിൽ പ്രമുഖനായിരുന്നു VM സുധീരൻ. അതെ, ആ മുസ്ലിം സഭകൾ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഇതിനെതിരെ ലേഖനം എഴുതിയിരിക്കുന്നു. ഓർത്തഡോക്സ് സഭ ഇതിനെതിരെ ലേഖനം എഴുതിയിരിക്കുന്നു.
എന്തോ പാംപ്ലാനി എന്ന് പറഞ്ഞിട്ട് വയനാടത്തെ ബിഷപ്പ് പിന്നെ ജോസഫ് പാംപ്ലാനി അയാൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അപ്പം UDF അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച മതവിഭാഗങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ വിഷയം കൊണ്ട് സർക്കാരിനെതിരെ സ്ഥിതി ഉണ്ടാകും. അത് ആ ഭാഗം. ഇനി നിങ്ങൾ പാർട്ടിക്കകത്തേക്ക് നോക്കൂ, നിങ്ങൾ ആദ്യം മന്ത്രിസഭയിലേക്ക് നോക്കൂ. പിന്നെ എക്സൈസ് മന്ത്രി വന്നിട്ട് പറഞ്ഞെന്താ? എക്സൈസ് മന്ത്രി പറയുന്നത് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, ഇത് ചർച്ച ചെയ്തിട്ടില്ല, ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല, നികുതി കൂട്ടി, നികുതി കുറച്ചു, അത് മാത്രമേ എനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊരു മന്ത്രി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ മന്ത്രിക്ക് മന്ത്രിസഭയിൽ ഇരിക്കാനുള്ള അവകാശം തന്നെ നഷ്ടപ്പെട്ടു പോവാണ്. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ ഒരു ഏകാധിപത്യ സ്വഭാവം സതീശൻ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല. UDF ചർച്ച ചെയ്തിട്ടുണ്ടോ? UDF ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആരോ വിമർശകർ പറഞ്ഞ് ബക്കാടി കമ്പനിയായിട്ട് മാത്രമേ ചിലപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ടാവുള്ളൂ. അതെ, മനസ്സിലായി. അപ്പം ഇത്രയും ഉളുപ്പും ലജ്ജയും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് വോട്ട് ചെയ്ത ജനവിഭാഗങ്ങൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്ന് ഇയാൾക്ക് എന്താണ് മനസ്സിലാക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു തീരുമാനമല്ല, എടുത്ത ഒരു തീരുമാനമല്ല. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിന്റെ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം, സതീശൻ മാത്രം അറിഞ്ഞിട്ടുണ്ട്. അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെ, അല്ല, അത് ഉറപ്പാണല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിലപാടുകളുടെ രാജകുമാരൻ എന്നാണല്ലോ പറഞ്ഞിരുന്നത്, പടം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നല്ല ആണല്ലോ. ഇപ്പോൾ നിലപാടുകളുടെ രാജകുമാരനാണെങ്കിൽ ഇത് നിക്ഷിപ്ത താല്പര്യക്കാരുടെ നിലപാടുകളുടെ രാജകുമാരൻ എന്നല്ല ഇത് വരുന്നത്. അതെ, ഇത് മധ്യരാജാക്കന്മാരുടെ നിലപാടുകളുടെ രാജകുമാരൻ എന്നല്ല വരുന്നത്. ഇനി ഇതിന് സമാനമായി കരിമണൽ ഖനനവും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ബജറ്റിൽ. അതും വലിയ ഒരു രോഷവും പ്രതിഷേധവും അതും ഉയർത്തിയിട്ടുണ്ട്. അപ്പം ഈ VD സതീശൻ എന്ന് പറഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇത് VD സതീശന്റെ മേന്മ കൊണ്ടുണ്ടായ ഒരു സർക്കാരല്ല ഇത്. അതെ, ഇത് ജനങ്ങൾ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരവും പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരവും പിണറായി വിജയനുള്ള വ്യക്തിയോടുള്ള വിരോധവും കാരണം മാത്രമാണ് ഇത്രയും അധികം ഒരു മൃഗീയ ഭൂരിപക്ഷം കിട്ടിയത്. ആണല്ലോ. അതൊരിക്കലും ഇവരുടെ മേന്മയാണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഇയാൾ ഇതുപോലത്തെ പണി അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനരോഷം അയാൾക്കെതിരെ അതിശക്തമാവും. ജനരോഷം മാത്രമല്ല, പാർട്ടിയിൽ ഇപ്പൊ തന്നെ. അതെ, അല്ല, പാർട്ടിയിൽ അത് മാത്രമല്ല, ഹൈക്കമാൻഡ് അന്ന് വന്നപ്പോൾ ദീപദാസ് മുൻഷി മാധ്യമപ്രവർത്തകർ ചോദിച്ചു അത് സതീശൻ തന്നെയാണോ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചയാളാണ്. കാരണം സതീശന്റെ ഒരു സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട്, കൂട്ടുമന്ത്രിമാർക്കുണ്ട്, മുതിർന്ന നേതാക്കൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ മാറ്റി ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളൊരു സർക്കാരായി മുന്നോട്ട് പോയില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഇയാളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. കാരണം ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഭൂരിപക്ഷം MLA-മാർ എതിരാണ്. അതെ, പാർട്ടിയിൽ ഭൂരിപക്ഷം എതിരാണ്. മനസ്സിലായി? അപ്പം അങ്ങനെ എതിരാകുമ്പോൾ ജനങ്ങളുടെ പിന്തുണയിൽ മാത്രമാണ് ഇയാൾ നിലനിന്ന് പോകുന്നത്. ആ ജനങ്ങളെയും അയാൾ പരിപൂർണമായി വെറുപ്പിക്കുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്. ചത്തുകിടന്ന CPM-ന് ജീവൻ വെച്ച് കൊടുക്കുകയാണ്. നമ്മളത് പിന്നെ ഞാനത് വീഡിയോയിൽ പറഞ്ഞിരുന്നു, മറ്റേ ആ പ്ലീഡറുടെ കാര്യം വന്നപ്പോൾ തന്നെ കുറച്ച് ജീവൻ വെപ്പിച്ചു. അതെ, ഇപ്പൊ കുറച്ചുകൂടെ ജീവൻ വെപ്പിച്ചു. ബലൂണിൽ കാറ്റ് അടിച്ചു കൊടുക്കുകയാണ് പിന്നെ സതീശൻ അധികാരത്തിൽ വന്നെങ്കിലും ഭരിക്കുന്നത് പിണറായി വിജയനാണെന്നുള്ള സംസാരം വ്യാപകമാണ് ജനങ്ങളുടെ ഇടയിൽ. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല, അത് നമുക്ക് എപ്പോഴെങ്കിലും വേറെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് സതീശൻ ഇതുപോലുള്ള കാര്യങ്ങൾ തിരുത്തിയല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ നിലനിൽപ്പ് സതീശന്റെ അപകടത്തിലാകും എന്ന് മാത്രമായി ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നു. അല്ല, പക്ഷെ അതല്ല, ഈ ഇപ്പോൾ കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് ഇതിന് റദ്ദ് ചെയ്യാൻ കഴിയുമോ? അല്ല, ഞാൻ പറഞ്ഞത് അതല്ലാതെ വേറെ വഴിയില്ല. ഇതിനകത്ത് പല പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ഇതിനകത്ത് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നികുതി കുറയ്ക്കുന്നതിനുള്ള നിങ്ങളുടെ മോട്ടീവ് എന്താ? എന്തിനാണ് നിങ്ങൾ ഈ നികുതി കുറച്ചത്? ന്യായീകരണങ്ങളില്ല. തീർച്ചയായും അതിന് വ്യക്തമായ ഒരു ഉത്തരം വേണം. രണ്ട്, ഈ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് ബക്കാർഡി എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിന്റെ രേഖകളും കിടപ്പുണ്ട്. ആ കമ്പനിക്ക് നിങ്ങൾ 3 മണിക്കൂറിനുള്ളിൽ ഫയൽ കൊണ്ടുവന്നാക്കി കൊടുത്തു പറഞ്ഞാൽ അവരെ മോട്ടിവേറ്റഡ് ആണെന്നുള്ളത് ഉറപ്പാണ്. ഒന്ന്. രണ്ട്, ഇത് സമൂഹത്തിൽ ചെലുത്തുന്ന വലിയ നെഗറ്റീവായിട്ടുള്ള സ്വാധീനമുണ്ട്. നിങ്ങൾ ഇപ്പം ചെയ്തിരിക്കുന്നതാണ്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുത്തിരിക്കുകയാണ് ആണല്ലോ. 250% ഉണ്ടായിരുന്നു, 121% കുറച്ചു. അപ്പോൾ ഇതിനെന്താണ് നിങ്ങൾ ന്യായം പറയുന്നത്? ഒരു ന്യായവുമില്ല. വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറവായതുകൊണ്ട് ആളുകൾ മേടിച്ച് കൂടുതലടിക്കും. അതെ, അതുകൊണ്ട് മദ്യം അടിക്കുന്നവരുടെ ഇളവും കൂടും, അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടും. മദ്യ കമ്പനികൾ ഇപ്പോൾ ബക്കാർഡിക്കേണ്ട 600 കോടി രൂപയുടെ ലാഭം കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ബക്കാർഡി കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അഴിമതി മുങ്ങിക്കുളിച്ച ഗവൺമെന്റ് പോലും
600 കോടി രൂപയുടെ ധനനഷ്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ധനകാര്യ വകുപ്പ് ഇത് നടപ്പിലാക്കാമെന്നാണ് പറയുന്നത്. അപ്പം 600 കോടി രൂപയുടെ നേട്ടമാണ് ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത്. 20 കോടി മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എനിക്ക് അത്ഭുതകരമായി തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവായിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പടനയിച്ച ഒരാളെന്നുള്ള നിലയിൽ, നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ നിലയിൽ അധികാരത്തിൽ വന്ന VD സതീശൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന് പച്ച പരസ്യമായി അഴിമതിയാണ് എന്ന് ബോധ്യമാകുന്ന ഈ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് മുമ്പ് ഉറപ്പിച്ച ഡീലുകളൊന്നും ഇനി നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പുറമേ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുക, പുറമേ പടം നയിക്കുന്നത് താനാണെന്ന് പറയുക, പുറകിൽ ഡീൽ ഉണ്ടാക്കുക. അതെ, ഇതാണ് യാഥാർത്ഥ്യം. ഇത് ഈ ഒരു ഇരട്ടത്താപ്പ് ആണ് എന്നും, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്, നിലപാടുകളുടെ രാജകുമാരനാണോ അതോ ഇരട്ടത്താപ്പിന്റെ രാജകുമാരൻ, ഹിപ്പോക്രസിയുടെ രാജകുമാരനാണോ എന്നുള്ള സംശയമാണ് ജനങ്ങളുടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തിരുത്തി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള, ജനകീയമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ സതീശന് നിലനിൽപ്പ് തന്നെ വലിയ തോതിൽ അപകടത്തിലാകും എന്നുള്ള കാര്യത്തിൽ ഏറെ സംശയം. ഇപ്പോൾ വേണുഗോപാൽ വന്നിട്ട് എന്താ പറഞ്ഞേ? വേണുഗോപാൽ 2 കാര്യം പറഞ്ഞു. വേണുഗോപാൽ പറഞ്ഞു ഈ 2 കാര്യങ്ങളിലും പാർട്ടിയിൽ ചർച്ച നടക്കും. ഈ മദ്യത്തിന്റെ കാര്യത്തിലും കരിമണലിന്റെ കാര്യത്തിലും ചർച്ച നടക്കും. നടത്തിയേ പറ്റൂ, അല്ലെ പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടും. അപ്പൊ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് UDFന്റെ സർക്കാരാണ് ഭരിക്കുന്നത്, LDFന്റെ സർക്കാരല്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത് എന്ന് സതീശൻ എന്ന് പറഞ്ഞ ഈ നേതാവ് മനസ്സിലാക്കിയാൽ അയാൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ അയാളെ മറികടന്നും രാഷ്ട്രീയവും UDF രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും ഒക്കെ പോകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. തീർച്ചയായും ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നത് പോലെ സതീശൻ്റെ ആ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തന ശൈലിയും പെരുമാറ്റവും സംസാരവും ഒക്കെ വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ അന്ന് പറഞ്ഞത്. കാരണം സതീശന് ഈ ഒരു അവസ്ഥ വരുമെന്ന് ഞങ്ങൾ മുമ്പ് ചർച്ചകളിൽ പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന്. പക്ഷേ അത് ഇത്ര വേഗത്തിലുണ്ടാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ പിണറായി വിജയൻ്റെ മറ്റൊരു കാർബൺ കോപ്പിയായി സതീശൻ മാറിയിരിക്കുന്നു. ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കുന്നു. കൂട്ടുമന്ത്രിമാർ പോലും ഇത് അറിയുന്നില്ല, മുന്നണി അറിയുന്നില്ല, നേതൃത്വം അറിയുന്നില്ല. ഇതൊക്കെ വരുമ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിവസങ്ങളിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ KC വേണുഗോപാൽ ഇത് പറഞ്ഞ സ്ഥിതിക്ക് കൂടി, അതായത് കരിമണൽ ഖനനത്തെക്കുറിച്ചും നികുതി ഇളവിനെക്കുറിച്ചും പാർട്ടിയിൽ ചർച്ചയുണ്ടാകും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇതിനൊരു മാറ്റമുണ്ടാകും. സതീശൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് നിരാശയോടുകൂടി പറയാതെ വയ്യ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നാളെ.